വണക്കം. ഇപ്പം നമ്മ ഒരു വൺ ടക്ക് ബ്ലൗസാണ് ഉണ്ടാക്കാൻ പോണത്. ഓക്കെ, നമ്മ കട്ടോരി കണ്ടിട്ടുണ്ട്, ഡബിൾ കട്ടോരി കണ്ടിട്ടുണ്ട്, പ്രിൻസസ് കട്ട് കണ്ടിട്ടുണ്ട്. ഇത് കുറേ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇപ്പം നമ്മ വൺ ടക്ക്, ഒരേ ഒരു ടക്കേ ഉണ്ടാവുള്ളൂ. ഈ തുണി നമ്മ ക്രോസ് ആണ് ഇടുക. ക്രോസിൽ ഇടുമ്പോഴാണ് നിങ്ങൾക്കത് ക്ലിയറായി കിട്ടുക. ഞാനതിൻ്റെ ഇപ്പോൾ ബ്ലൗസ് കാണിച്ചു തരാം. കണ്ട, ഇതില് നമുക്ക് ആകെ ഈ ഒരു ടക്ക് മാത്രം ഉണ്ടാവുള്ളൂ. ഇതില് കണ്ട, ഒരേ ഒരു ടക്ക് മാത്രം ഉണ്ടാവുള്ളൂ, സാധാരണ ബ്ലൗസ് പോലെ തന്നെ. എന്നാൽ നമ്മൾ ഈ ഫ്രണ്ട് ഭാഗം മാത്രം ക്രോസ് ആണ് ഇട്ടിരിക്കണം. ക്രോസ് കണ്ട, മറ്റേതൊക്കെ സ്ട്രൈറ്റ് ആണ് ഇടാറ്, ഇത് ക്രോസ് ഇടുക. ബ്ലൗസ് കണ്ടില്ലേ, നല്ല ഫിറ്റിങ്സ് ആയിട്ടിരിക്കും, നമുക്ക് നല്ല ഭംഗി ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ കട്ടിങ് കാണിച്ചു തരാം. ഇതിൻ്റെ കട്ടിങ് നമുക്ക് ആദ്യം പേപ്പറിൽ ചെയ്ത് കാണിക്കാം. ഞാൻ ഫ്രണ്ട് മാത്രം കാണിക്കുന്നുള്ളൂ. നമുക്ക് ഫ്രണ്ട് ഭാഗം, ബാക്കും കൈയും നോർമൽ, അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഫ്രണ്ട് ഭാഗം മാത്രം നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ എനിക്ക് ആവശ്യമുള്ളത് ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ നമ്പർ 11. അതിൻ്റെ കൂടെ നമ്മൾ 3.5 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ലെങ്ത് എടുക്കേണ്ടത്, ഇതിൻ്റെ ഇറക്കം. എന്ത് കാരണം, ഓരോ കുട്ടികൾക്ക് ഓരോ വണ്ണം അനുസരിച്ചിട്ട് മാറും കേട്ടോ. ഇത് എൻ്റെ സൈസ് 44 ആണ്. ആ സൈസ് കാരണമാണ് ഇത്രയും ലെങ്ത്ത് വരുന്നത്. അപ്പം നമുക്കൊരു 15 ഇഞ്ച് അവിടെ ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് കഴുത്തകലം 2, കഴുത്തിറക്കം 6.5, ഷോൾഡർ 6, ആം ഹോൾ 6, ഇതൊക്കെയാണ് നമ്മൾ എടുക്കണേ. ഇതൊക്കെ നോർമൽ നമ്മൾ ചെയ്യാറുള്ളതല്ലേ, ഇതൊക്കെ നോർമൽ തന്നെ, എല്ലാം നോർമലായിട്ട് നമ്മൾ ചെയ്യുക. ആം ഹോൾ വരയ്ക്കുക, ഇതൊക്കെ ചെയ്യും. അതിൻ്റെ ഇടയിൽ നമ്മുടെ കപ്പ് സൈസിൻ്റെ അനുസരിച്ചിട്ടാണ് ആ ടക്ക് പിടിക്കേണ്ടത്. നമ്മുടെ ബ്രേസിയർ സൈസ് നമ്പറും കൂടി കിട്ടിയാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ വീതി കൊണ്ടാണ് നമ്മൾ ചെയ്യണത്. ഞാനിപ്പോൾ കൈ കുഴിച്ച് വെട്ടുകയാണ്. കുഴിച്ച് വെട്ടിയിട്ട് നമുക്ക് ചോട്ടിൽ നമുക്ക് വൈഡ്, 2 ബ്രസ്റ്റിൻ്റെ ഇടയിലുള്ള വൈഡാണ്, അതിൻ്റെ പകുതി എടുത്തു. എനിക്ക് ആവശ്യം 8 ആണ്. 4.25 ഇഞ്ച് തയ്ക്കാൻ കൂട്ടിയിട്ട് 4.25 വൈഡ് എടുത്തു. ആ പോയിൻറ്റിൻ്റെ അപ്പുറത്ത് 2 ഇഞ്ച്, ഇപ്പുറത്ത് 2 ഇഞ്ച് എടുത്തിട്ട് നമ്മൾ ആ കോൺ വരയ്ക്കണം. ഓക്കെ അല്ലേ, ഫസ്റ്റ് ടക്കിൻ്റെ അത് 2 സൈഡിക്കും കൂടി വരച്ച് ആ വി കണ്ടുപിടിക്കുക. അപ്പുറത്ത് 2 ഇഞ്ച്, ഇപ്പുറത്ത് 2 ഇഞ്ച് കണ്ടുപിടിച്ചു, ടക്ക് വരച്ചു. ഇപ്പം നമ്മൾ ഇത്രയും പിടിക്കുമ്പോൾ നമുക്ക് ഇവിടെ വൈഡ് പോറായി വരും. അത് കാരണം എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ വളയ്ക്കില്ലേ, ഒരു കർവ് ഉണ്ടാക്കില്ലേ, അതിന് 3/4 ഇഞ്ച് പുറത്തേക്ക് പോകണം. നമ്മുടെ സ്ക്വയറിലിരുന്ന് 3/4 ഇഞ്ച് പുറത്ത് പോയിട്ട് കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ അതേ നമ്പർ ഉണ്ടാവണം. ചോട്ടിൽ മാത്രം 3/4 ഇഞ്ച് എടുത്ത് ചെരിച്ച് വരച്ച് ഇങ്ങനെ വഞ്ചി ടൈപ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തുക. ഇതേ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഇതേ തന്നെ ചെയ്യേണ്ട. 1.5 ഇഞ്ച് മുകളിലേക്ക് എടുക്കുക, അതേപോലെ വരയ്ക്കുക. 1/2 ഇഞ്ച് പുറത്ത് പോയാൽ മതി സൈഡിലേക്ക്. ഫ്രണ്ടിലേക്ക് 3/4 ഇഞ്ച് പുറത്തേക്ക് പോകണം, സൈഡിലേക്ക് 1/2 ഇഞ്ച് പുറത്ത് പോയിട്ട് നമ്മുടെ ബോഡി വണ്ണത്തിലേருந்து കറക്റ്റായിട്ട് ഇങ്ങനെ ചെരിച്ച് എടുക്കുക. ഓക്കെ, ഇങ്ങനെ തന്നെ എടുത്തിട്ട് നമ്മൾ ഈ ടക്ക് മാത്രം ഇട്ടാൽ മതി. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ഓരോ സൈസാണല്ലോ, ആ സൈസ് അനുസരിച്ചിട്ട് നമുക്കിത് വെട്ടിയെടുക്കണം. ഇതുപോലെ ആർക്കൊക്കെ ഏത് നമ്പറാണ് വേണ്ട, ബോഡി നമ്പർ ബ്രേസിയർ നമ്പറും പറഞ്ഞാൽ ഞാൻ വെട്ടി കാണിച്ചു തരാം. ഓക്കെ, ആവശ്യമുള്ളവർ പറയൂ, ഞാനെല്ലാം കാണിച്ചു തരാം. പേപ്പർ കട്ടിങ് ചെയ്ത് കാണിച്ചു തരാം, ഡീറ്റെയിലായിട്ട് ചെയ്യാം. ഓക്കെ അല്ലേ.
ഓക്കെ, ഇപ്പം നമ്മൾ ഇത് പേപ്പറിൽ ഞാൻ എന്താ വെട്ടി കാണിച്ചതെന്ന് വെച്ചാൽ, ഇപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്നവർക്ക് തുണിയിൽ ഡയറക്റ്റ് ചെയ്യാൻ അറിയില്ല. ഇത് കണ്ടില്ലേ, ഞാൻ 1 മീറ്റർ തുണിയിൽ ബാക്ക് വെട്ടിയിട്ടുണ്ട്, കൈ വെട്ടിയെടുത്തു. ഓക്കെ, കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ഇനി എനിക്ക് തുണി ഇത്തിരി തികയാണ്ടേ വരുള്ളൂ. അപ്പോൾ ഞാൻ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് വയ്ക്കുമ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് അങ്ങോട്ട് നീക്കി വയ്ക്കാമല്ലോ. ഇപ്പോൾ ക്രോസ് ആണല്ലോ ഇടാൻ പോണേ. ആ പേപ്പർ ക്രോസിൽ വെച്ചിട്ട് എവിടെയാണ് ജോയിൻറ്റ് വരണ്ടെന്ന് വെച്ചിട്ട് അവിടെ നമുക്ക് നീക്കി വെക്കാമല്ലോ. ആ സൈഡൊക്കെ ജോയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രോബ്ലം ഇല്ല, അവിടെ കാണാൻ പോണില്ല. ഷോൾഡറിലോ നെക്കിലോ അവിടെയൊക്കെയാണ് കാണുള്ളൂ. ഓക്കെ, ഇപ്പം നമ്മൾ ഇത് വെട്ടി എടുക്കുകയാണ്. ഇനി സാധാരണ പോലെ നിങ്ങൾ തയ്ച്ച് കാണിക്കാം. ഇത് ഭംഗിയായിട്ട് കിട്ടിയവർ എനിക്ക് കാണിച്ച് തരണം. തയ്ച്ചിട്ട് സക്സസ് ആയാൽ എന്നോട് പറയണം. ഓക്കെ, ആവശ്യമുള്ള സൈസ് വേണമെങ്കിലും പറയൂ, ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം. എന്താ ഡീറ്റെയിൽ വേണ്ടതെന്ന് ചോദിച്ചാൽ പറയാം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, ഇത് ചെയ്ത് നോക്കൂ കേട്ടോ. ഓ യെസ്, വരച്ചിട്ട് കട്ട് ചെയ്തോളൂ കേട്ടോ. വരച്ചിട്ട് കട്ട് ചെയ്യണതാണ് ബെസ്റ്റ്. ഞാൻ പിന്നീട് ഓർത്ത വരച്ച് കാണിക്കാമെന്ന് വെച്ചിട്ട് വരച്ചിട്ട് കട്ട് ചെയ്തോളൂ. അല്ലെങ്കിൽ ഞാൻ തയ്ച്ച് ഇട്ടിട്ടുണ്ട്, കണ്ട എങ്ങനെയുണ്ട് എല്ലാവരും പറയണം. താങ്ക് യു.